രാവിലെ നല്ലൊരു സന്തോഷം കാണിക്കാനായിട്ട് ഞാൻ ഇന്ന് വന്നത്. ചെടിയുടെ കാര്യമൊന്നുമല്ല, ഞാനൊരു ജാതിമരം നട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ടെന്നുള്ളതൊന്നും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. കിട്ടിയ തൈയൊക്കെ നടുക എന്നുള്ളൊരു രീതിയിൽ നട്ടതായിരുന്നിട്ടാ. എന്തായാലും കാണാൻ നമുക്ക് ഇവിടെയാണ് സംഭവം. ഇന്നത്തെ വീഡിയോ പിന്നെ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ച്. കുട്ടി പൊളിഞ്ഞു പോയൊരു എന്താ പറയുക ചെമ്പരത്തി തൈയാണിത്. ഇതൊക്കെ നമുക്ക് വീണ്ടും അതിജീവിച്ച് വന്നിട്ടുണ്ട്. പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി. എൻ്റെ സന്തോഷം ഞാൻ ഞങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ കേട്ടോ. ഇതാണ് ഇവിടെ ഞാൻ പറഞ്ഞ സംഭവം. ജാതിമരം അതുപോലെ നന്നായിട്ട് പൂവും കായല്ല, നിറയെ ഇതുപോലെ പൂക്കളുണ്ടായാൽ കായ തരൂല എന്നാണ് എല്ലാവരും അഭിപ്രായം പറഞ്ഞത്. ചിലർ പറഞ്ഞിരുന്നു 1 or 2 ഒക്കെ കായ ഉണ്ടാകുന്നു. അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്നാലും എനിക്കറിഞ്ഞ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ ജാതിമരം വെക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഇലയാണെങ്കിൽ പിന്നെ എന്താ പറയുക ആൺമരാണെന്ന് മനസ്സിലാക്കാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വേറൊരു മരം ഞാൻ കാണിക്കാം. ഇതാണിത്ര പെൺമരം കായ്ക്കണ തയ്യ്. മെയിലും ഫീമെയിലും ഒക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ മനസ്സിലായത്. ആദ്യം തന്നെ അത് കാണുമ്പോൾ കുറച്ച് തല മുതിർന്നവരൊക്കെ കാണുമ്പോൾ പറയുന്നുണ്ട് കേട്ടോ, ഇത് കായ്ക്കൂല, ഈ മരം കായ്ക്കൂല എന്നൊക്കെ. എന്തായാലും ഇപ്പോൾ ഭയങ്കര സന്തോഷമായി. ഒരു കായ ഇവിടെ കണ്ടു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും മരം വളർന്ന് വലുതായാലും വെട്ടിക്കളയാൻ ചിലരൊക്കെ വെട്ടിക്കളയാനായിട്ട് പറഞ്ഞിരുന്നു. പക്ഷെ വെട്ടിക്കളയാതെ അങ്ങനെ നിർത്തിയതുകൊണ്ട് ഒരു മരമല്ലേ, ഒരു തണൽ മരം ആയിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. ഇതപ്പോൾ ഒരു കായൊക്കെ വന്നിട്ട്. അപ്പോൾ ഈ ഒരു സന്തോഷമുണ്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇല മനസ്സിലായില്ലേ, ഇതുപോലുള്ള ഇലന് നോക്കി വെക്കുക തൈ വെക്കുമ്പോൾ എന്നാണിപ്പോൾ എല്ലാവരും പറയുന്നത്. തൈ വെക്കുന്ന സമയത്ത് പിന്നെ ഈ ഇല കണ്ടില്ലേ, ഈ ഇലക്കും വ്യത്യാസം ഉണ്ടല്ലോ. 2 ഇലയും കൂടി നമ്മൾക്കിങ്ങനെ ഒന്ന് വെച്ച് നോക്കാം. എനിക്ക് കണ്ടിട്ട് വ്യത്യാസം തോന്നുന്നുണ്ട്. ഇത് ഞാൻ എന്താ പറയുക തറവാട്ടിലും എല്ലായിടത്തുണ്ട് ജാതിമരം. എവിടുന്നോ ഒരു തൈ കൊണ്ടുവന്ന് വെച്ചതാണ്, അല്ലാതെ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടൊന്നും വെച്ചതല്ല. ഇപ്പോൾ ഒക്കെ കായ പിടിച്ചതൊക്കെ വാങ്ങാൻ കിട്ടാനുണ്ടല്ലോ. ഇതിപ്പോൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച തൈയാണ്. അപ്പോൾ ഇതിൻ്റെ ഇലകൾ തമ്മിൽ നല്ല മാറ്റമുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇത് നോക്കി വാങ്ങണം അത്രേ നമ്മൾ. ഇങ്ങനെ നല്ല മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതൊരു പ്ലാസ്റ്റിക് പോലുള്ള ഇലയാണ് ഇതിൽ വന്നിട്ടുണ്ടാവും. എന്താ നിറയെ പൂക്കളുണ്ട്. ഇനിയും കുറേ പൂക്കളുണ്ടാവട്ടെ. പൂക്കളല്ല, കായകളുണ്ടാവട്ടെ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കമൻറ്റ് തരാൻ മറക്കല്ലേ. എഴുതിക്കിട്. ഈ ഒരെണ്ണേ കണ്ടുള്ളൂ, ഇനി കുറേ ഉണ്ടാവട്ടെ. പിന്നെ അത് മാത്രമല്ല, ഇപ്പം വേനൽക്കാലമാണല്ലോ. വേനൽക്കാലത്തല്ലല്ലോ ഈ ജാതി കായ നല്ലോണം കാണുന്നത്, നല്ല മഴയൊക്കെ കഴിയുമ്പോഴാണല്ലോ. അപ്പോൾ ഇപ്പം മഴ തുടങ്ങാനാവണല്ലേ ഉള്ളൂ. അപ്പോൾ അന്നേരമാണ് ഇപ്പോൾ ഈ മൂപ്പര് ഒരു കായ തന്നത്. അപ്പോൾ ഇനി മഴയൊക്കെ പെയ്യുമ്പോൾ കുറേ ഉണ്ടാവട്ടെ. ശരി, ബൈ.